ഹായ്, നമസ്കാരം. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ജോലികൾ എങ്ങനെയാണ് തീർക്കുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഞാൻ രാവിലത്തേക്കുള്ള ജോലിക്ക് തലേന്ന് രാത്രി 8 മണിയാകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആദ്യം ചെയ്യുന്നത് ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി മീൻകറി ഉണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് ഗ്യാസിലോട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കും. ഒന്ന് തിളപ്പിക്കുകയേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലത്തെ അടുപ്പിലാണ് ഞാൻ വിറകടുപ്പിലാണ് കൂടുതലും പാചകം ചെയ്യുന്നത്. മൺപാത്രങ്ങളാണ്. ഇങ്ങനെ അടുപ്പുള്ളവർക്കറിയാം ഒരുപാട് വിറകാവും ഇതിൽ. ഞാൻ മഴക്കാലത്ത് ഭയങ്കര മഴ പെയ്യുമ്പോൾ മാത്രമേ ഇവിടെ വേവിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെയാണ്. ആ അടുപ്പായാലും ഇതായാലും ഞാൻ വേവിച്ച് തണുത്ത് കഴിയുമ്പോൾ ചാമ്പലൊക്കെ വാരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചങ്ങ് മാറ്റി വയ്ക്കും. പിന്നെ മീൻകറി എന്താ അങ്ങനെ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ കോരി വെക്കാറില്ല. ചട്ടിയിൽ തിളപ്പിച്ചിട്ട് വെച്ചാൽ രാവിലെ ഒന്നുകൂടെ എടുത്ത് വറ്റിച്ചാൽ മതി. മൺചട്ടിയിൽ വെക്കുന്ന മീൻകറി ആയതുകൊണ്ട് അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പണ്ട് അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു കിച്ചണിൽ തന്നെയാണ് എനിക്ക് വിറകടുപ്പും ഗ്യാസും ഇൻഡക്ഷനും എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു സൈഡാണ്. പിന്നെ ഞാൻ ഗ്യാസിന് എല്ലാം ഒക്കെ തുടച്ച് ആ കൗണ്ടർ ടോപ്പ് എനിക്ക് ബ്ലാക്കും കൂടെയാണ്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ക്ഷമിക്കണം. അതുമാത്രമല്ല എനിക്ക് വീഡിയോ എടുക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. അവനറിയില്ല. അവനറിയാവുന്ന കണക്കെടുക്കും. അവനെ പോലുള്ള കുട്ടികൾ ഇത്രയൊക്കെ ചെയ്യുന്നത് എന്നെപ്പോലുള്ള അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു മോനാണ് അവൻ. അതുകൊണ്ട് അവൻ ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കുക്കിങ്ങിലെല്ലാം അവൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഈ കിച്ചൻ്റെ ഈ കൗണ്ടർ ടോപ്പ് നേരത്തേക്ക് ഡെറ്റോൾ ഒഴിച്ചായിരുന്നു തുടച്ചിരുന്നത്. ഇപ്പം ഡെറ്റോളിൻ്റെ മണം പിടിക്കാത്തതുകൊണ്ട് കംഫർട്ട് ഡൈല്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് ഞാൻ 2 പ്രാവശ്യമായിട്ട് തുടച്ച് മാറ്റും. പിന്നെ ഇങ്ങനെ വരുന്ന വേസ്റ്റ് പാത്രങ്ങൾ ഒന്നും ഞാൻ പിറ്റേന്നത്തേക്ക് കഴുകാൻ വയ്ക്കില്ല. എല്ലാം രാത്രി തന്നെ കഴുകി ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. ക്ലീൻ ചെയ്ത് ഈ സിങ്കെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കും. കാരണം രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഒന്നാമത് ഉറക്കച്ചടവിലാണ് എഴുന്നേറ്റ് വരണത്. അപ്പോഴും നമ്മൾ ചിലപ്പോൾ മൂഡ് ഓഫും ആയിരിക്കാം. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് കിച്ചണിലൂടെ കിടന്ന് നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്നൊന്നും അറിയില്ല. ജോലി തീരില്ല. പിന്നെ ഈ ഡൈനിങ് ടേബിൾ അത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേസ്റ്റെല്ലാം മാറ്റി അങ്ങ് ക്ലീൻ ചെയ്തിടണം. രാത്രി കാലങ്ങളിലാണ് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതൽ. അവയുടെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ അടുക്കളയും ഹാളൊക്കെ എത്ര വലുതോ ചെറുതോ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നല്ല അടുക്കും ചിട്ടയായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ അത് നമുക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ് നൽകുന്നതായിരിക്കും. പിന്നെ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ചെറിയ ബോട്ടിലേക്ക് ഡെയിലി എടുക്കാൻ മേശപ്പുറത്ത് വെച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഡെയിലി അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചീത്തയാകാൻ സാധ്യതയുണ്ട്. കുറേ അടുക്കും ചിട്ടയും വരുത്തിയാൽ തന്നെ നമ്മുടെ പകുതി ജോലി മാറുന്നതാണ്. കാരണം ഇപ്പം മോഡുലാർ കിച്ചൺ അതൊക്കെ കാണുമ്പോൾ നമുക്കും ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ കിച്ചൺ തന്നെയാണ് നമുക്ക് വലുത്. നമ്മൾ ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഈ സോഫയൊക്കെ എപ്പോഴും ഇങ്ങനെ കിടക്കാറുള്ളൂ. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് പിന്നെ ഞാനത് നൂത്ത് നേരെ വൃത്തിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പിറ്റേന്ന് ഏത് സമയം ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ നമ്മുടെ കിച്ചൺ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ വരുന്ന പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് കഴുകാനായിട്ട് ആരും നോക്കണ്ട. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒത്തിരി ടയേർഡായി എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നെ നമുക്ക് ക്ഷീണം കൂടും. അതിലും ഭേദം നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ആ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വയ്ക്കുക. കൗണ്ടർ ടോപ്പ് എപ്പോഴും വെള്ളം വീഴുന്ന തുടച്ച് മാറ്റുക. നിലത്ത് വീഴുന്ന ചവറുകൾ തൂത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. കാരണം കുക്കിങ്ങിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വന്നു നമ്മുടെ കിച്ചണിലേക്ക് കയറി വരാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് വരുന്നതെങ്കിൽ അവർ വന്ന് കണ്ടു നോക്കുമ്പോൾ അയ്യോ നമ്മളും പെട്ടെന്ന് പറയും അയ്യോ കിച്ചണൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു വൃത്തിയാക്കിയില്ലല്ലോ എന്ന്. അവർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലും തോന്നാറില്ലേ ഇതെന്താ കിച്ചണൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. കാരണം എനിക്കങ്ങനെ അനുഭവങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഞാൻ അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കിച്ചൺ എല്ലാം അങ്ങ് വൃത്തിയാക്കിയിടും. ഒട്ടും വേസ്റ്റൊന്നും ഇട്ടേക്കില്ല. എല്ലാ വേസ്റ്റും അപ്പോഴപ്പോഴേ തന്നെ അങ്ങ് ക്ലീൻ ആക്കും. പിന്നെ എനിക്കാണെങ്കിൽ ടൈമും കുറവാണ്. ഉച്ചയ്ക്ക് പാചകം കഴിഞ്ഞ് 3 മണി കഴിയുമ്പോൾ എനിക്ക് കുട്ടികൾ ട്യൂഷന് വരും. അവർ വന്നിട്ട് പോകുമ്പോൾ 6:15 ആവും. 6:15 ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ വരുന്നതിന് മുമ്പ് രാവിലത്തെ ജോലി കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയുണ്ട്. പിന്നെ തുണി കഴുകൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനിലെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കഴുകാറുള്ളൂ. ബാക്കിയെല്ലാം ഡെയിലി തന്നെ കുളിക്കുന്നതിന് മുമ്പങ്ങ് നനയ്ക്കും. ഞാൻ തുണികളൊന്നും കൂട്ടിയിടാറില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കിച്ചണിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കറി ഉണ്ടാക്കണ്ടേ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് എടുത്ത് വയ്ക്കുക. 2 തേങ്ങയൊക്കെ ഒരുമിച്ച് ഫ്രിഡ്ജിൽ ഞാൻ പാല് വയ്ക്കുന്ന ട്രേയിലാണ് സൂക്ഷിക്കുക. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുക. ഉള്ളിയോ സവാളയൊക്കെ തൊലിച്ച് വൃത്തിയാക്കി ടിന്നിൽ അടച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അത് കിടക്കുന്നതിന് മുന്നേ തന്നെ തറ തൂത്ത് പറ്റുമെങ്കിൽ തുടയ്ക്കുക. കാര്യങ്ങളൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാം ഈസിയാവും.